ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ മഹത്സവങ്ങളും കൂടിയിട്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡേ ആയിരുന്നു അല്ലേ മകളോ? കുറേ കാഴ്ചകളുണ്ട് അവിടെ കാണാനായിട്ട്. കാണാൻ തന്നെ നമുക്ക് പോവാം, പൈസ വേണമെന്നൊന്നുമില്ല, അത്രയധികം കാഴ്ചകൾ കാണാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിഡ്സിൻ്റെ ടോയ്സ് ആട്ടോ. മഹത്സവങ്ങൾക്കും അതെ, അവളവിടെ സ്ട്രക്കായി പോയി. പിന്നെ കുറേ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നത്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞതൊന്നും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല എന്നല്ല, ചിലതൊക്കെ മേടിച്ചെന്ന് ചിലതൊന്നും മേടിച്ചില്ല, ആവശ്യമുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെ, പറഞ്ഞതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, എന്നാൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ഉപകാരമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മൽ എൻ്റെ ഫേവറേറ്റ് ആണ്. അവിടെ ഞാനൊന്ന് സ്ട്രക്കായി പോയി. മഹത്സവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കമ്മലാട്ടാ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ജിമിക്കിയാണ്. പിന്നെ അവിടെ അങ്ങനെ കുറേ പലതരം സ്റ്റോളുകളുണ്ട്. റേറ്റ് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, ഇനി കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതലുമാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഈ കടയിലെത്തി. ഈ ഗോൾഡൻ സ്പൂണും ഫോർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ, അത് ഞാൻ മേടിച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല മകലോ? പിന്നെന്താ, പിന്നെ അങ്ങനെ കുറേ സ്റ്റോളുകൾ. പിന്നെ ക്യാപ്പ് മത്സ്യമോൾ കുറേ നാളെ ഒരെണ്ണം വേണമെന്ന് പറയണം. മത്സ്യമോൾക്ക് ഒരു ബാർബിയുടെ കേക്ക് ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ നോക്കിയാൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട്, ആൾക്കത് ഇഷ്ടപ്പെട്ടു, ഞങ്ങളത് മേടിച്ചു. പിന്നെ അങ്ങനെ കുറെ ഗ്ലാസ്സുകള് 6 കപ്പിന് 200 രൂപ, അങ്ങനെ എന്ത് 150 ഉണ്ട്, 200 ഉണ്ട്, അത് കണ്ടില്ല അല്ലേ? 6 കപ്പിന് 200 ഉണ്ട്. അങ്ങനെ കപ്പൊന്നും മേടിച്ചില്ല കേട്ടാ. എന്നെ ഈ കപ്പിന്റെ സെക്ഷൻ, അതുപോലെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഒന്നും നിൽക്കാനായിട്ട് എൻ്റെ മത്സവമോൾ എന്നെ സമ്മതിച്ചില്ല. അവിടെയൊക്കെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കൈ വലിച്ചോണ്ട് പോകും, പോവാന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ആവശ്യമുള്ള, അതായത് കിഡ്സിന്റെ സെക്ഷൻ എത്തുമ്പോൾ ആളവിടെ നിൽക്കും, പിന്നെ ഞാൻ വലിച്ചോണ്ട് പോകണം. അങ്ങനെയാണ് ഞങ്ങൾ നിലപ്പോൾ തല്ലുപിടിയിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചത്. പിന്നെ ഇത് കണ്ട, ഇത് മിഠായി കേട്ടാ. റിലീസ് അല്ല, റിലാക്സ്. ആ ഫ്ലോ അങ്ങോട്ട് പോയില്ലോ. പിന്നെ ബോക്സ് ഉണ്ട്, നല്ല ക്യൂട്ട് കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് കുറെ കീ ചെയിൻസ് ഒക്കെ ഭയങ്കര. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് മേടിച്ചില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം കണ്ടു കേട്ടോ, എന്താ ചോക്ലേറ്റ് ഡയറിയോ? ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ള ഡയറി, സ്മെല്ലുള്ള ഡയറി. പിന്നെ കുറെ ഹെയർ ബാൻഡ്സ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല അവള്. പിന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ്, ഒമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ്. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ജെല്ലിയാണ്. നമ്മളുടെ ഇവിടുത്തെ ജെല്ലിയും അവിടുത്തെ ജെല്ലിയും എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതൊരു പാക്കറ്റ് എടുത്തു. പിന്നെ കുറെ അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാണാനൊക്കെ അടിപൊളിയാണ്, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് കുഴപ്പമില്ല. പിന്നെ കിഡ് സെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ മത്സവമോൾ അവിടെ സ്ട്രക്കായി പോയി, പശ തേച്ചൊട്ടിച്ച പോലെ. പൊട്ടൊക്കെ നല്ല ലാഭാട്ടാ, ഒരെണ്ണത്തിന് 10 രൂപ 15 രൂപ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഐസ്ക്രീം മൗൾഡ് മേടിച്ചു. പിന്നെ നോക്കാം, ബർഗറിന്റെ ഒക്കെ കണ്ട, അതൊക്കെ ഫാനാ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ടൊന്നല്ല, ഞാൻ സമ്മതിച്ചില്ല മേടിക്കാൻ. അങ്ങനെയാണോ? ഓക്കെ. പിന്നെന്താ, ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കണ്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഒരുവിധ സ്ഥലത്തൊക്കെ കണ്ടിറങ്ങി പോരുകയാണ് ചെയ്തത്. ഒരു 10,000 രൂപയെങ്കിലും മിനിമം കൊണ്ടുപോകണം ഇവിടേക്ക്, നല്ല കൈ നിറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഞങ്ങൾ ഉള്ള കാശ് വെച്ച് ഞങ്ങളും കുറച്ചൊക്കെ മേടിച്ചു. ഞങ്ങള് 4 കവറ് 3 കവറൊക്കെ മേടിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാ നിങ്ങൾക്കറിയാം. ഏത് വീഡിയോ? അതൊന്നും ഇട്ടിട്ടില്ല. എന്നാ കഴിഞ്ഞ വീഡിയോയില്, ഇനി വരാൻ പോണ വീഡിയോയില് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ പിന്നെ ബാംഗിൾസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ റേറ്റ് നമുക്ക് അടുക്കാൻ പറ്റില്ല. അച്ചാറിന്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര സ്മെല്ലാ, പക്ഷെ മേടിക്കാൻ തോന്നില്ല. കാരണം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് രാജസ്ഥാനി അച്ചാറുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പക്ഷെ ഒരു ഹൈജീനായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ചോക്ക് മിഠായി ഭയങ്കര നൊസ്റ്റാൾജിയുള്ള മിഠായി ആട്ടാ. ചെറുപ്പത്തിൽ ഇത് വെച്ച് കുറെ പട്ടി ഷോ കാണിക്കാറുള്ളത് ഞങ്ങൾ. അല്ല മകലൂന് അറിയില്ല, എൻ്റെ ചെറുപ്പത്തില്. പിന്നെ കുറെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ആള് തിരിഞ്ഞു പോലും നോക്കിയില്ല. വേണ്ട, അത്ര ആൾക്ക് ലൈബ്രറി നിർത്താൻ മതി. ലൈബ്രറി ഫ്രീ ആയിട്ട് ബുക്ക് കിട്ടും. പിന്നെ ഇത് നോക്കിയേ, ഇതെങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. ഇവിടുന്ന് ഞാനൊരു ബുദ്ധ മേടിച്ചു, കാണിച്ചാരാട്ടെ. ഇവിടുന്നല്ലേ ബുദ്ധ മേടിച്ചത് നമ്മള്? അതെ, ഇവിടെ തന്നെ ബുദ്ധ മേടിച്ചത്. ബുദ്ധ എന്റെ ഫേവറേറ്റ് ആണ്. ഇതാ നോക്കി ബുദ്ധനെ, എന്ത് ഭംഗിയല്ലേ.
ഈ ബുദ്ധിയാണ് ഞങ്ങൾ മേടിച്ചത്. നല്ല രസാ ബുദ്ധ കാണാനായിട്ട്. കണ്ടു ഇഷ്ടപ്പെട്ടു. 3D ആണ്. 3D 4D എന്തായിരുന്നു? 5D അല്ലേ? 4D കഴിഞ്ഞ വീട്. പക്ഷേ മറ്റേ വീഡിയോയിൽ 4D എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ കുറെ മിസ്റ്റേക്ക് ഒക്കെ വരുന്നതിൽ ക്ഷമിക്കുക. പിന്നെ ഈ ബബിൾസ് ബബിൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതൊരെണ്ണം മേടിച്ചു. പിന്നെ കുങ്കുമം ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, എന്നാലും ഞാൻ ഒരെണ്ണം മേടിച്ചു. പിന്നെ പോപ്കോൺ, ഇത് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള സംഭവമായിട്ട്. അച്ഛൻ്റെ കൂടെ വരുമ്പോൾ, അതായത് കല്യാണത്തിന് മുന്നേ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ അച്ഛൻ മേടിച്ച് തരുന്ന ഒരു സാധനമാണ് പോപ്കോൺ. പിന്നെ സ്റ്റോളുകളൊക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നെ നമ്മൾ വരുന്നത് ഇതിനെന്താ പറയാ, അല്ല അതിനെ മാത്രല്ല, മൊത്തത്തിൽ ഇതിനെന്താ പറയാ, കിഡ് സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ റൈഡ്സ്, ഇങ്ങനെ കുറെ റൈഡുകൾ കാണാം. അത് കുട്ടികളുടെ ഉണ്ട്, വലിയവരുടെ ഉണ്ട്, ഒക്കെ ഉണ്ട്, കുറെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് കാണാനായിട്ട്. നോക്കിയ ട്രെയിൻ വരുന്ന കാണാൻ. ജെയിൻ വീലിലൊക്കെ കയറാൻ എനിക്ക് പേടിയാട്ടോ, അതുകൊണ്ട് ഞാൻ ആ പരീക്ഷണത്തിനൊന്നും നിന്നില്ല. മഹത്സവങ്ങൾക്ക് പിന്നെയും ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് നല്ല പേടിയായി ഈ വക ഇതിലൊക്കെ കയറാനായിട്ട്. ഞാൻ വല്ല ചെറിയ ചെറിയ സംഭവങ്ങളിൽ മാത്രമേ കയറുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അവിടെ പാനിപ്പൂരി, മസാലപ്പൂരി, ബേൽപൂരി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആള് സ്ട്രക്കായി പോയി. ആൾക്ക് കളിക്കണം എന്ന് പറഞ്ഞു. 100 രൂപയായിട്ട ടിക്കറ്റിന്. ആളങ്ങനെ കുറേ നേരം കളിച്ച് ക്ഷീണമായ ആൾക്ക്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ക്ഷീണമായപ്പോൾ തന്നെ മതിയാക്കി ഇങ്ങോട്ട് വന്നു. പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിനും 100 രൂപ തന്നെയാണ്. ഇതിലും മറ്റേ ബോൾസിൽ കളിച്ച് കാലൊക്കെ കഴിച്ചതുകൊണ്ട് ആൾ ഇതിലധികം നേരം നിന്നില്ല. ഒരു 10-15 മിനിറ്റ് കളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു. കൊറേ മോളിൽ കയറി കാല് കഴിച്ചില്ല. അത് മറ്റേ ബോൾസിൽ കളിച്ചിട്ടാ. ഇതിന്റെ കണ്ട ആൾക്ക് അപ്പോഴേക്ക് ദാഹായി, നല്ല ദാഹം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങളിത് പൊട്ടോട്ടോ ട്വിസ്റ്ററൊക്കെ കഴിച്ച് ഞങ്ങളവിടെ അപ്പോഴേക്ക് രാത്രി എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് 5D, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മത്സരമുള്ള വീഡിയോ എടുക്കണതിൻ്റെ ഒരു ഇടയിൽ എനിക്കിത് ഇങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, മത്സരമുള്ള നല്ല എൻജോയ് ചെയ്തു അല്ലേ കണ്ണാ? എങ്ങനെയുണ്ടായിരുന്നത്? അടിപൊളിയായിരുന്നു ശരിക്കും. നമ്മൾ കണ്ണോട് അതപ്പോഴേക്കും കഴിഞ്ഞു പോയി വീഡിയോ. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നടന്ന് കാലൊക്കെ കഴിച്ചു. പിന്നെ വേഗം വീട്ടിലെത്തിയാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതായി പാറമേക്കാവ് അമ്പലയിൽ കാണണേട്ടാ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ വരുന്നത്. ഒരാൾക്ക് 40 രൂപയായിട്ട് ഇവിടെ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് കൂടിയിട്ട് 80 രൂപയായത്. അപ്പോൾ ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, see you tomorrow.